എടാ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു വിചാരിച്ചു. കടയിൽ ആളുകൊണ്ടാണ് ചോദിക്കാത്തത്. എടാ ഇതെന്താ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലുള്ള ഷർട്ട്, ഒരു കൈ ഒരു കളറ്, ഇത് നീല കളറ്, പിന്നെ എന്തെങ്കിലും ഒരു പൂച്ച ഒളിഞ്ഞു നോക്കണം. ഇതാണില്ലടാ ഇത്. അയ്യോ എന്നാ അത് സംഭവം മനസ്സിലായില്ലേ? ഇല്ല, ഇതിപ്പോഴത്തെ ട്രെൻഡാണ്. രമചേച്ചിയുടെ കടയിൽ അമ്മയ്ക്ക് ബ്ലൗസ് വയ്ക്കാൻ വേണ്ടി ഞാൻ പോയതാ. അതെ ബാക്കി തുണിയെല്ലാം കൂടെ എടുത്ത് ചേച്ചി ഒരു ഉടുപ്പടിച്ച് തന്നു. ഈ പൂച്ചയൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് പറയുന്നത് ഓണക്കാലമായിട്ട്. ഇതൊരു മക്കുടം ലുക്കാണ്, സത്യം പറയാമല്ലോ. നിങ്ങൾ അങ്ങനെ മുഖത്തോക്കി പറയലോ, ഇതൊരു ട്രെൻഡാണ്. ഇത് 300 രൂപയ്ക്കാണ് ഈ ഷർട്ട് കിട്ടിയത്. എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ലല്ലേ. അതൊക്കെ പോട്ട് ഈ ഒരു പീസേ ഉള്ളൂ അവിടെ. വേറെ ഉണ്ടോന്ന് ചോദിക്കണം. നിങ്ങൾക്ക് വേണമല്ലേ? അല്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, പെട്ടെന്ന് ഇലയും വെട്ടിയിട്ട് വരണം. എന്നാൽ 5:30 ആകുമ്പോൾ കട അടച്ചിട്ട് വന്ന് പനച്ചോള ജംഗ്ഷനിൽ കൈകൊട്ടിക്കളിയുണ്ട്, കാണാൻ പോകുന്നില്ലേ? എടേ എനിക്ക് കളിക്കാൻ പറ്റില്ല, വേണേ റീമേ പറഞ്ഞു. കൈകൊട്ടി കളിക്ക് നിങ്ങൾ കളിക്കണ്ട. കൈകൊട്ടി കളി കളിക്കാൻ ഇഷ്ടംപോലെ പെൺപിള്ളേർ വരും, നമുക്ക് പോയി പ്രോഗ്രാം കാണാം. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടെ പെണ്ണുങ്ങളെ വായി നോക്കാനൊക്കെ നീ പോയാൽ എനിക്കിവിടെ 100 കാര്യങ്ങളുണ്ട്. ഓണമാണ് പറഞ്ഞത്. പറയണേ ക്ലബിന്റെ പ്രോഗ്രാമാണ്. അത് മാത്രമല്ല വെറൈറ്റി പ്രോഗ്രാം കൂടെ ഉണ്ട്. തുമ്പി തുള്ളൽ. തുമ്പി തുള്ളൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് സൂപ്പറായിട്ട് കാണാം. അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരാം. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടോ, ഈ തുമ്പി എങ്ങനെയാണ് നിന്ന് തുള്ളുന്നത്? അറിയത്തില്ല നിനക്ക്? ഇല്ല, തുമ്പി തുള്ളൽ നിനക്ക് അറിയൂടല്ലേ? നീ കണ്ടോ? ഓക്കെ, അടിപൊളി. ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത് വല്ലവന്റെ പറയാണ്. നിങ്ങൾ നിർത്ത് പരിപാടി. ഇതിപ്പോ തുമ്പി തുള്ളലല്ല, ഏതോ പ്രേതം നിങ്ങളുടെ ശരീരത്തിൽ കയറിയ തുള്ളലാണ് ഈ കാണിക്കുന്നത്. എന്നാലും ഒരു തുമ്പി തുള്ളാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു തുള്ളലുണ്ട്. എന്തൊരു പ്രാന്തടേ നിങ്ങൾക്ക്. 2 പിള്ളേരുള്ള ഒരു മനുഷ്യനാണ് നിന്ന് തുള്ളണത്. ഭയങ്കര ഒരു കട നടത്തുന്ന മുതലാളി നിന്ന് കളിക്കുന്ന കളി. ഇപ്പൊ എനിക്കൊരു കാര്യം വ്യക്തമായി. ബൈപ്പാസിലെ മാനസിക രോഗി ഞാനല്ല, ഇയാളാണ് ഏറ്റവും വലിയ മാനസിക രോഗി.